ആദരവും ബഹുമാനവും അവാർഡുകളും ഒക്കെ ആവശ്യമാണ്. ഇനിയും കുറേ സംഗതി ഉണ്ട്, കുറേ വിഷയങ്ങൾ നമുക്ക് ചെയ്യാണ്ട്. കൂലിപ്പണി മോശപ്പെട്ട പരിപാടിയൊന്നല്ലല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ്, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ്. നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ സേവനത്തിന്റെയും വില അറിയില്ല. തേപ്പിന്റെ പണിക്ക് പോണ ആൾക്ക് ഞാൻ തേപ്പിന്റെ പണിക്കാണ് പോണത് എന്ന് പറയാൻ അഭിമാനമില്ലാത്തതുകൊണ്ടാണ് തേപ്പൊലിയും ചട്ട കൂടാൻ വേണ്ടി ബാഗ് വാങ്ങിയിട്ടുള്ളത്. ബാഗിലിട്ടിട്ടാ കൊണ്ടുപോണത്. കാരണം വാസ്തവത്തിലും ചിന്തിക്കാത്തതുകൊണ്ടാണ്. നളാഫത്താണ് ഈ പണി, വൃത്തിയാക്കുക എന്നുള്ളതാണ് പണി. വൃത്തിയാക്കൽ ഈമാനാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അന്നളാഫത്തു മിനൽ ഈമാൻ. പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞ സംഗതി നളാഫത്താണ്. നളാഫത്ത് ഈമാന്റെ ഭാഗമാണ്. എപ്പോഴും അവനാൻ ചെയ്യണതിന്റെ മഹത്വം തിരിച്ചറിയണം. ഏത് പണിയാണെങ്കിലും അവനാൻ ചെയ്യണതിന്റെ മഹത്വം തിരിച്ചറിയണം. ഇറച്ചി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും പെരേറ്റിട്ടും കടം വരലില്ല, കുട്ടികളെ കെട്ടിച്ചിട്ടും കടം വരലില്ല. എന്താ അതിന്റെ അർത്ഥം? മോശപ്പെട്ട പരിപാടി അല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇറച്ചി കച്ചവടം ചെയ്ത ആരും പെര കയറ്റിയിട്ടോ കുട്ടികളെ കെട്ടിയിട്ടോ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലില്ല, ഉണ്ടാവും അപൂർവമായിട്ടൊക്കെ. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? അത് കോയിനെ ശരിക്കും അറക്കുണ്ടാവില്ല, കഴുത്തു കൂടെ വരടണേ ഉണ്ടാവുള്ളൂ. അതാണ് പ്രശ്നം. വരട്ടാ ജീവൻ പോകില്ലല്ലോ, അർത്താലല്ലേ ജീവൻ പോവുള്ളൂ. നേരങ്ങത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടിയാണ് ഇറച്ചി കച്ചവടം, മീൻ കച്ചവടം. ടൈലറിങ് എന്താ മോശം? ആദം നബിന്റെ പണിയാണ് അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം, ഹവ്വാ ബീവിയാണ് ആദ്യത്തെ ടൈലർമാര്. അവനാൻ ചെയ്യണതിന്റെ മഹത്വമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, അക്കരപ്പച്ച അല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യണ പണിയുടെ മഹത്വം മനസ്സിലാക്കണം. അപ്പോഴതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടിച്ചുവാരല് മോശപ്പെട്ട പണിയല്ല, അന്നളാഫത്ത് മിനൽ ഈമാനാണ്. ബാത്റൂം കഴുകൽ മോശപ്പെട്ട പണിയല്ല, അത്തഹൂറും സത്തുറുൽ ഈമാനാണ്. അവനാൻ ചെയ്യുന്ന പണികളുടെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് അതിൽ ഉറച്ചിക്കാൻ തയ്യാറാകുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എല്ലാവരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണം.